രാവിലെ പാതി ഉറക്കത്തിൽ എണീറ്റ് ഫുഡ് പോലും കഴിക്കാണ്ട് ഓടിപ്പിടിച്ച് ചെന്ന് ഇരുന്ന് കാണാൻ തുടങ്ങിയ ഒരു സിനിമയായിരുന്നു കരാട്ടെ കിഡ് ലെജൻഡ്സ്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നപ്പോഴത്തേന് ഈ തലയിട്ടിരിക്കുന്ന ഹെഡ് ബാൻഡൊക്കെ അവിടുത്തെ സ്റ്റാഫ് വന്നു. അപ്പോൾ നമുക്ക് ആകെ മൊത്തത്തിൽ സന്തോഷം, കൊള്ളാല പരിപാടി. നമ്മുടെ മിയാഗിയുടെ ഹെഡ് ബാൻഡ് കിട്ടി. അങ്ങനെ പടം കാണാൻ തിയേറ്ററിൽ കയറി ഇരുന്നു. പടം തുടങ്ങി, പടം കഴിഞ്ഞു, ആൻഡ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എൻ്റെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. യെസ്, ഈ ഒരു സംഭവമാണ് ആക്ച്വലി നമുക്ക് കരാട്ടെ കിഡ് കണ്ടു കഴിയുമ്പോഴത്തേന് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം ഇതാണ്. കാരണം 1980s ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിം ഫ്രാഞ്ചൈസി, അതുപോലെ തന്നെ 2010 ഇറങ്ങിയിട്ടുള്ള ജേഡൻ സ്മിത്തും ജാക്കി ചാനൊക്കെ അഭിനയിച്ചിട്ടുള്ള കരാട്ടെ കിഡ്, ഇതൊന്നും പോരാഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള കോബ്ര കായ് എന്നിങ്ങനെ കുറച്ച് സിനിമകളെ സീരീസിനെയൊക്കെ കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ കമ്പൈൻ ചെയ്ത് ആ ഒരു യൂണിവേഴ്സിലാണ് ഈ ഒരു സിനിമ വരുന്നത്. എസ്പെഷ്യലി 2010 ഇറങ്ങിയ നമ്മുടെ കരാട്ടെ കിഡ് 1980s ഇറങ്ങിയ കരാട്ടെ കിഡിനെയും കൂടി ഇവർ കമ്പൈൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്നുള്ള നമ്മുടെ ജാക്കി ചാൻ്റെ ക്യാരക്ടറിനെയും ലറൂസോൻ്റെ ക്യാരക്ടറിനെയൊക്കെയാണ് ഇവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ കിട്ടിയിട്ട് പോലും ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്ന പ്ലോട്ട്, സ്റ്റോറി ലൈൻ എന്നൊക്കെ പറയുന്നത് എന്ത് സാധനം എന്നറിയാം. അതായത് തിയേറ്ററിൽ ഇരുന്ന് തൊലി ഒരിഞ്ഞു പോകും. നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ, ഇനി ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ പോലും വേണ്ട, ഇവർ ആ ഒരു പ്രീവിയസ് മൂവീസിൻ്റെ തന്നെ ഒരു റീമേക്ക് മോഡൽ ഇറക്കിക്കോട്ടെ. എങ്കിൽ പോലും അതിലെ ഫൈറ്റ് സീക്വൻസസോ അല്ലെങ്കിൽ ഈ നടക്കാൻ പോകുന്ന മെയിൻ ഇവൻസിനോ ഒക്കെ ഒരു പഞ്ച് കൊടുക്കണ്ടേ, നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഒന്നുമില്ല. ഈ 1980s ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ റീമേക്ക് ആയിരുന്നു ആക്ച്വലി 2010 ഇറങ്ങിയിട്ടുള്ള കരാട്ടെ കിഡ് എന്ന് പറയുന്നത്. ആ ഒരു സെയിം സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് 2010 മൂവി ഇറങ്ങിയത്. അതേ മൂവിയെ തന്നെ പിന്നെ എന്തിനാണ് ഇവർ 2025 കൊണ്ട് നടക്കുന്നത്? എന്തെങ്കിലും ഒരു ഫ്രഷ്നസ് കൊണ്ടുവരണ്ടേ? ഒന്നുമില്ല, സെയിം സ്റ്റോറി ലൈൻ. അതായത് 2010 ഇറങ്ങിയ ജാക്കി ചാൻ്റെ ആ ഒരു കരാട്ടെ കിഡിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഒരു പയ്യൻ ചൈനയിലേക്ക് പോയി ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇവിടെ ഈ ഒരു 2025 ഇറങ്ങിയ കരാട്ടെ കിഡ് ലെജൻഡ്സിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ചൈനയിൽ നിന്നൊരു പയ്യൻ അമേരിക്ക വന്ന് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നു. അതും സെയിം ഏകദേശം ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പ്രശ്നത്തിലൂടെ തുടങ്ങുന്നു. അവിടെ ഒരു വില്ലൻ ക്യാരക്ടർ വരുന്നു. വില്ലൻ ക്യാരക്ടറിനെയൊക്കെ കാണണം, എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരു വില്ലൻ എന്ന് പോലും അറിയത്തില്ല. ചുമ്മാ അവസാനം ഒരു മെയിൻ ഫൈറ്റിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു വില്ലൻ. എന്തിനാണ് ഈ ഒരു വില്ലൻ, എന്തുകൊണ്ടാണ് ഈ വില്ലൻ ഇവർ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ പടം കണ്ട് തുടങ്ങുമ്പോഴേ മനസ്സിലാവും. ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒരു കിടിലൻ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. കാരണം സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇതെങ്ങോട്ടാണ് പോയി അവസാനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഭയങ്കര സിമ്പിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത്, എന്നാൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യം പോലും കുറച്ച് എപ്പിക്കായിട്ടോ അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടോ ത്രില്ലടിപ്പിച്ചോ ഉണ്ടാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയില്ല, അതുപോലും ഇല്ല. അതായത് ഈവൻ 2010 ഇറങ്ങിയ കരാട്ടെ കിഡിനകത്ത് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളുടെ 10% പോലും ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവർ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടില്ല. ആകെ പിന്നെ തിരക്കേടില്ലാണ്ട് തോന്നിയത് നമ്മുടെ കുറച്ച് ഫൈറ്റ് സീക്വൻസസ് ആണ്. ജാക്കി ചാൻ്റെ ക്യാരക്ടറിന് പോലും ഒരു റെലവൻസും ഇല്ലാണ്ട് എന്തിനോ വേണ്ടി കുത്തിക്കയറ്റി വെച്ച പോലാണ് ആക്ച്വലി തോന്നിയത്. അങ്ങനെ ഒന്നും കൊണ്ടുവന്ന് ഇങ്ങനൊരു സിനിമയ്ക്കകത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത്രയും നല്ല കുറച്ച് ഫ്രാഞ്ചൈസി, അല്ലെങ്കിൽ കരാട്ടെ കിഡ് 1980s ഫ്രാഞ്ചൈസി ആയിക്കോട്ടെ, 2010 ഇറങ്ങിയ സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു കോബ്ര കായ് യൂണിവേഴ്സ് ആയിക്കോട്ടെ, ഈ സംഭവത്തിനൊന്നും ആക്ച്വലി ഇതുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പേര് വിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു കരാട്ടെ ബേസ്ഡ് ആയിട്ടുള്ള മൂവി ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ, ആ ഒരു ഇതുവരെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിന് തന്നെ വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിക്കാണ് ഈ ഒരു പടം എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. തിയേറ്ററിൽ ഇരുന്നിട്ട് എന്തോ എനിക്കങ്ങ് എന്ത് കോപ്പാണ് ഈ കാണുന്നതെന്നുള്ളൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് വന്നത്. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു മൂവിയുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് ഓഫ് ദ ഫക്കിംഗ് വേൾഡ് അല്ലെങ്കിൽ ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദിസ് എന്നൊക്കെ പറയുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഷോസ് എടുത്ത ആളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്ററാണ്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇതുപോലൊരു സാധനം എടുത്ത് വെക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒരു കണക്ഷനും കിട്ടുന്നില്ല. 1-2 കോമഡീസ് ഒക്കെ വർക്കൗട്ടായി, അല്ലാണ്ട് ഒരു തരത്തിലും, അതായത് ക്ലൈമാക്സ് കുറച്ച് ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതായത് ടൂർണമെൻറ്റ്, നമ്മുടെ കരാട്ടെ കിഡ് 2010 ഇറങ്ങിയ ആ ഒരു സിനിമയുടെ ടൂർണമെൻറ്റ് ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റിംഗ് സീക്വൻസസ്, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐറ്റമാണത്. എപ്പോൾ കണ്ടാലും, ഇപ്പം റീവാച്ച് അടിച്ച് കണ്ടാൽ പോലും ഒരു വല്ലാത്ത ജാതി ഫീലിംഗ് ആണ് ആ ഒരു സീക്വൻസസ് ഒക്കെ കാണുമ്പോഴത്തേന്. നമ്മുടെ ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ജേഡൻ സ്മിത്തിൻ്റെ ക്യാരക്ടർ ആ ഒരു ടൂർണമെൻറ്റിലൂടെ കടന്നു പോകുന്ന പല സാഹചര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സും ഒക്കെ കാണുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, എസ്പെഷ്യലി ക്ലൈമാക്സിലെ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗംഭീരമാണ്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ട്രെയിനിങ്. നേരെ മറിച്ച് ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് വരുമ്പോഴത്തേനും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിലെ ആ ഒരു ക്ലൈമാക്സ് ടൂർണമെൻറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതെടുത്ത് വെച്ചേക്കുന്ന കാണണം. ഒരു ആഡ് എടുത്ത് വെച്ചേക്കുന്നല്ല, നമ്മൾ പരസ്യമൊക്കെ കാണത്തില്ല, ഏതോ ഒരു കരാട്ടെ കിഡിൻ്റെ ഒരു കൊളാബ് വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടാക്കി വെച്ചേക്കുന്നു എന്ന ഫീൽ തരുന്ന രീതിക്കാണ് അവർ ഈ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, കാരണം ഒരു സിനിമയുടെ നെഗറ്റീവ് എത്ര നേരം എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു 10 out of
3 പോലും കൊടുക്കാൻ എനിക്ക് തോന്നാത്ത രീതിക്കുള്ളൊരു സിനിമയാണ്. ആക്ച്വലി ജാക്കി ചാനെയൊക്കെ വീണ്ടും ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ ഒരു കരാട്ടെ കിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിക്കകത്ത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരുന്നത്. ഈ ഒരു വർഷം ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്ന സിനിമകളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഉറക്കം പോലും കളഞ്ഞ് ചാടി എണീറ്റ് ഫുഡ് പോലും കഴിക്കാണ്ട് ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയത്. എന്നിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല 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 സുഖം തോന്നുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതൊരു തിയേറ്റർ വാച്ച് ആയിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ടി വിയിലും എല്ലാം വരുമ്പോൾ ഒരു ട്രൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വീണ്ടും, അതായത് പ്രീവിയസ് കരാട്ടെ കിഡ് മൂവീസ് ഒന്നും കാണാത്ത കുട്ടികളൊക്കെ ഈ ഒരു സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ 2010 ഇറങ്ങിയ കരാട്ടെ കിഡ് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലത്തെ എന്തെങ്കിലും സാധനം എക്സ്പെക്ട് ചെയ്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്ത ജാതി റീമേക്കാണ് ഇവന്മാർ ഇതിനകത്ത് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് മൂവി. ഒരു തരത്തിലും കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ്.